ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്താൽ അൻവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വിജയിക്കില്ല, നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് നേരിടേണ്ടാത്ത വിധം ഒരു എതിർ സ്ഥാനാർത്ഥിയിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പരമ്പരാഗതമായി ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ ഇതിൻ്റെ UDF തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്ന തരം വാർത്തകളും നിരീക്ഷണങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ലേ സാറേ. ഇപ്പുറത്ത് സ്വരാജാണ് സ്ഥാനാർത്ഥി എന്നു. സ്വരാജിന് LDF കരുതുന്നത് ഒരു വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ഈ ഘടകങ്ങൾ എങ്ങനെയാണ് UDF വിലയിരുത്തുന്നത്? മിസ്റ്റർ മക്തായി, ഈ പലകൾ എങ്ങനെ നോക്കി കാണുന്നു? എന്നതുപോലെ നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന ഈ അജണ്ട ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഇവിടെ മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതും. സ്വരാജ് എന്ന് പറയുന്നത് എന്തോ ഇമേജുള്ള അല്ലെങ്കിൽ എന്തോ ബിൽഡപ്പ് ചെയ്യേണ്ട ഒരാളാണെന്നുള്ളൊരു ധാരണ വളരെ കൃത്യമായിട്ട് അതിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല. തൃപ്പൂണിത്തറയിൽ മത്സരിക്കുമ്പോ ഞാൻ തൃപ്പൂണിത്തറക്കാരനാ, നിലമ്പൂര് മത്സരിക്കുമ്പോ ഞാൻ നിലമ്പൂരുകാരനാ. ഇവിടുന്ന് തോറ്റ് കഴിഞ്ഞ് അടുത്ത സീറ്റ് കൊടുക്കുമ്പോ ഞാൻ അവിടുത്തെ ആളാ എന്ന് പറഞ്ഞ ആള് തന്നെയാ. അക്കാര്യത്തിൽ ഞാൻ തിരുത്താൻ തയ്യാറല്ല. ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാ. തെരഞ്ഞെടുപ്പിൽ UDF എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നത് പറയും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ UDFന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം ട്രെയിനിൽ വന്നു എന്നാണ് പറഞ്ഞത്. തന്നോട് അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ആര്യാടൻ ഷൗക്കത്തിനും ഇവരുടെ ഈ UDF സംവിധാനത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാൻ വേണ്ടി കഴിയില്ല. കുറച്ച് വർഗീയത, മതം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് എന്തെങ്കിലും തരത്തിൽ ഒന്ന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഇവരുടെ ആലോചന. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ഇവരുടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ച അന്ന് മുതൽ തന്നെ അങ്ങോട്ട് വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് ഇവർ പോയി. അങ്ങനെ മോങ്ങാനിരുന്നവന് തന്നെ തേങ്ങാ വീണെന്ന് പറഞ്ഞ ഗതിയാണ് ഇപ്പോ നമ്മുടെ മഹാനായ ലീഡറുടേത്. അൻവറാണല്ലോ ഇവരുടെ സ്ഥാനാർത്ഥി നിർണയിച്ച അതേ ആ നിമിഷം തന്നെ ഈ സ്ഥാനാർത്ഥി ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞത്. അതുവരെ അന്ന് അൻവർ അത് പറഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കലേ. പറയുന്നതുപോലെ അൻവറിനെ പറ്റി 9 കൊല്ലമായി അൻവർ ഒരു പാഴായിരുന്നു എന്ന് പറയുമ്പോ അതിനൊരു അർത്ഥം കൂടിയുണ്ട്. 9 കൊല്ലം ഇവിടുത്തെ ഭരണകൂടം ഒരു പാഴായിരുന്നു എന്നുള്ള കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് 9 വർഷക്കാലമായിട്ടുള്ള വികസനം? 1965 മുതൽ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 65 തോറ്റു, 67 തോറ്റു. 69 മുതൽ കഴിഞ്ഞ കാലം വരെ 5 കൊല്ലമല്ലാത്ത കാലഘട്ടം, 9 കൊല്ലം മുതൽ 5 കൊല്ലം അതിൻ്റെ ഇടയ്ക്കുണ്ട്. TKMC ജയിച്ച സമയം അതൊഴികെയുള്ള 10-45 കൊല്ലക്കാലം ഈ പറയപ്പെടുന്ന നിലമ്പൂർ ഭരിച്ചിട്ട് ഓരോ റോഡ് മര്യാദയ്ക്ക് പോകാനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോക്കണം. ഓരോ റോഡൊഴികെ എല്ലാ റോഡുകളും നിലയ്ക്ക് 2 വരി പാതയായി മാറി. ഇവിടെയുള്ള മലയോര പാത, ഈ പറഞ്ഞ മൂത്തേടങ്കാർ ഓടുന്ന സ്ഥലമുണ്ട്, അവിടെയൊക്കെ വെറും കുണ്ടും കുഴിയായിരുന്നു. ഇന്ന് ഏത് വണ്ടിക്കും ഏത് ഹൈവേ പോകാൻ പറ്റുന്ന വിധത്തിലാ. ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ്. അതിന് മാത്രമൊന്നും ഇല്ലെന്നേ. ചേട്ടൻ ഈ നാട്ടുകാരൻ തന്നെയാണല്ലോ. ഞാൻ ഈ കരുവാരകുണ്ട് എന്ന് പറയുന്ന ഇതിന്റെ തൊട്ടടുത്ത അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ആരോടെങ്കിലും വന്ന് പറയുന്നത് പോലെ എന്റെ അടുത്ത് പറയരുത്. എന്റെ ഏരിയയിൽ കയറി കളിച്ചാലുണ്ടല്ലോ യുദ്ധം നടക്കൂടെ, യുദ്ധം പറഞ്ഞേക്കാം. ഞാൻ അദ്ദേഹം ഇവിടുത്തുകാരനാ. അത് ഞാൻ പറയട്ടെ, അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ധാരണ ഉണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വെക്കരുത്. ഞാൻ എവിടെന്നെങ്കിലും ട്രെയിൻ കയറി വന്ന ആളല്ല എന്നും കൂടെ ഞാൻ സൂചിപ്പിച്ചു. നദികളും പുഴകളും കൈവരികളും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. താങ്കൾ രാഷ്ട്രീയമായ അന്ധത കൊണ്ട് സംസാരിക്കരുത്. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ അത് വല്ലാത്ത സൂത്രപ്പണി തന്നെയാ. പറയട്ടെ, ആ പുഴകളെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ
മതി നിന്റെ ചായ കുടി അഹങ്കാരി എന്താ നീയൊക്കെ. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറയാം. ഇവിടെ 291 കോടി രൂപ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാത്രം 2016 മുതൽ 2024 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 699 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ കുടിവെള്ളത്തിന് വേണ്ടി മാത്രം നടപ്പാക്കി. 699 കോടി. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. അപ്പോ വികസന പ്രവർത്തനങ്ങൾ 2500 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. ഞാൻ ഞെട്ടി. പള്ളി പറഞ്ഞാ മതി. നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള നിലമ്പൂർ ബൈപ്പാസും വികസന പ്രവർത്തനം 9 കൊല്ലം മുമ്പ് നിലമ്പൂർ KSRTC ബസ് ടെർമിനൽ ആര്യാടൻ മുഹമ്മദോടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മുട്ടുസൂചി കുത്താൻ നിങ്ങളുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പ്രദാനം ചെയ്ത PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ? ബസ് സ്റ്റാൻഡിൽ ബസ് കയറിക്കോളും, മുട്ടുസൂചി ഒന്നും കുത്തണ്ട. കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവസാനിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കും. 900 കാര്യങ്ങൾ പറഞ്ഞിട്ട് 986 കാര്യങ്ങൾ അഭിമാനത്തോടു കൂടി നടപ്പാക്കി ആ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടാണ് ഈ 4-ാം വർഷത്തിലേക്ക്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ. പഞ്ചായത്തുകാരനായിരുന്നു. ആ മൂത്തേടം പഞ്ചായത്തിലെ ഇലക്ഷൻ ആര്യാടം ഓരോ മുക്കിലും മൂലയിലും പറഞ്ഞ വാക്കുകളാണ്. പുന്നപ്പുഴക്കൊരു പാലം വേണം, അത് എൻ്റെ ഡയറിയിലുണ്ട് എന്ന് പറഞ്ഞു. ആ പാലം നടപ്പാക്കിക്കൊണ്ടത് ആരാട് TK ഹംസേ. അത് നിങ്ങൾ ആര്യാടിൻ്റെ വികസനങ്ങൾ പറഞ്ഞു. ഈ ആര്യാടിനോട് നേരിട്ട് ഞാൻ ചോദിച്ചതാണ് മുക്കിൽ, ഞാനന്ന് ചെറുതാണ്. പുന്നപ്പുഴക്കൊരു പാലം വേണം, അത് എൻ്റെ ഡയറിയിലുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ഓടിയ ആളാണ് ഞാൻ. അതറിയങ്ങൾ ഇപ്പൊ നിങ്ങൾ ആര്യാടിന്റെ വികസനം പറഞ്ഞു മറുപടി പറയാലോ. ഞങ്ങളുമൊക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? അപ്പോ ആര്യാടൻ അല്ല, ഞാൻ ഒരു ചോദ്യം പറയും. ആര്യാടൻ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് 30 കൊല്ലം അയാൾ ഇവിടെ MLA ആയത്. TK ഹംസയ്ക്ക് 5 കൊല്ലവും കിട്ടിയത് കേട്ടോ. TK ഹംസ കൊണ്ടൊന്ന് ഒരു പാലത്തിന്റെ കഥ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരുപാട് പാലത്തിന്റെ കഥ പറയാനുണ്ട്. ഒരുപാട് പാലത്തിന്റെ കഥ പറയാനുണ്ട്. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. 9 പാലം. ഈ 9 വർഷത്തിലേക്ക് 9 പാലമാണ് നിലമ്പൂര് മണ്ഡലത്തിൽ കൊണ്ടുവന്നുള്ളത്. പണി നടന്നുകൊണ്ടിരിക്കുക. മലയോര ഹൈവേക്ക് വികസനം ഈ മണ്ഡലത്തിലെ 165 കോടി രൂപ മലയോര ഹൈവേക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ? 165 കോടി ഇല്ലാത്തതാണോ? ഇവിടെ അഞ്ചങ്കോട് പാത എവിടെ പോയി? നിലമ്പൂർ ബൈപ്പാസ് എവിടെ പോയി? മലയോര ഹൈവേ ഇല്ലേ? ടെർമിനൽ എവിടെ പോയി? ആകെ ഒരു മലയോര ഹൈവേ ഉണ്ട്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല. നമ്മുടെ ജനങ്ങൾ, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടൊരു ഗവൺമെൻറ് കോളേജ് ഇവിടെ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ആ ഗവൺമെൻറ് കോളേജ് പല രീതിയിലും ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയിട്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം. അതിനെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. ആ ഗവൺമെൻറ് കോളേജ് നല്ല രീതിയിൽ യാഥാർത്ഥ്യമാകുമോ? കേരളത്തിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച് 2500 സ്കൂൾ അടച്ചുപൂട്ടലിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടൊരു മുഖ്യമന്ത്രി നേരത്തെ ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിൽപ്പച്ചന് മനസ്സിലായില്ലേ? അതിന് തൊട്ട് മുന്നേ പാവപ്പെട്ടവരുടെ അത്താണിയാണ് ഈ പെൻഷൻ പദ്ധതി. ആ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സെക്രട്ടറി പറഞ്ഞ എന്താണ്? ഇത് കൈക്കൂലിയാണെന്ന്. ആ കൈക്കൂലിയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലും വാങ്ങുന്നുണ്ട്. ഞങ്ങളത് അഭിമാനത്തോടു കൂടി സ്വീകരിക്കുകയാണ്.